പ്ലസ് ടു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളുടെ സംശയങ്ങൾ തീർക്കുന്ന സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിലേറ്റഡ് ആയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ക്ലിയർ ചെയ്യുന്നത്. ഒന്ന് റിസൾട്ടിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റൊന്ന് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഫസ്റ്റ് പോയിന്റ് റിസൾട്ടിൻ്റെ ഡേറ്റ് ആണ്. ഈ വർഷം എക്സാം നടക്കുന്നത് ജൂൺ 29 തുടങ്ങി ജൂലൈ 3 അവസാനിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3 to 4 വീക്സിനുള്ളിലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാറ്. അങ്ങനെ എങ്ങനെ നോക്കിയാൽ പോലും നമുക്ക് ഈ ജൂലൈ മാസത്തിൽ തന്നെ റിസൾട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഉറപ്പായും ഈ ജൂലൈ മാസം അവസാനമാകുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് സേവ് എ ഇയർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കാം. നിങ്ങൾക്ക് സബ്ജക്ട്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജൂലൈയിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാനും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്ത അതിൻ്റെ പുതിയ മാർക്ക് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് A+ഓ ഗ്രേഡ് മാറാനോ ഈ ജൂലൈ അവസാനിക്കുന്ന സമയത്ത് തന്നെ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ സംശയം സ്വാഭാവികമായിട്ട് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. നിങ്ങളിപ്പോൾ മാർച്ചിൽ എഴുതിയ എക്സാം, ആ എക്സാമിൻ്റെ പേര് ഹയർ സെക്കൻഡറി പ്ലസ് ടു മാർച്ച് 2026 എന്നാണ്. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ പേര് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ജൂൺ 2026 ആണ്. നിങ്ങളിപ്പോൾ എഴുതിയ എക്സാമിൻ്റെ ബേസിൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതാണ് നിങ്ങളുടെ നിലവിലെ സർട്ടിഫിക്കറ്റ്. ഇനി ജൂണിൽ നടക്കുന്ന സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഭാഗമായി നിങ്ങൾ സബ്ജക്ട്സ് പാസ്സാവുകയോ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിൻ്റെ വേറൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നിങ്ങൾ അപ്പിയർ ചെയ്ത എക്സാം സബ്ജക്ട്സിൻ്റെ മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 3 സബ്ജക്റ്റാണ് സേ എക്സാം എഴുതിയെങ്കിൽ അത് മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്കോർ കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഒരു സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ, അതിൻ്റെ ഒരു സ്കോർ കാർഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. മാർച്ചിലേതും ഉണ്ടാവും, ജൂണിലേതും ഉണ്ടാവും. അതായത് മാർച്ചിലെ പബ്ലിക്കും ഉണ്ടാവും, ഇതിൻ്റെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഉണ്ടാവും. രണ്ടും പിന്നീട് നമുക്ക് മെർജ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ടൈം ഡിലേ വരും. അപ്പോൾ അത് കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ അത് ഓഗസ്റ്റ് മാസം ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക. അത് അപ്ലൈ ചെയ്തൊരു 1 or 2 month ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പാസ്സാണെങ്കിൽ മാർച്ചിലെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബാക്കി എല്ലാ അഡ്മിഷൻ പ്രൊസീജിയറും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. റെഡി. ഇനി അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷന് ഈ മാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? കൂടുതൽ പേര് ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയാൻ പറ്റുക. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും കോഴ്സസിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കേരളത്തിലെ പല കോളേജസിൻ്റെയും അഡ്മിഷൻസ് പ്രൊസീജിയർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജൂൺ ഫസ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി കേരളത്തിൻ്റെ പുറത്തുള്ള ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, കർണാടകയിലൊക്കെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾ മേ ബി അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി പാസ്സായ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നീട് ഈ മാർക്കിന് ഉപകാരമില്ലേ? അവിടെ പല യൂണിവേഴ്സിറ്റീസും നിങ്ങളുടെ ഈ മാർക്ക് പിന്നീട് ഉപയോഗപ്പെടുത്താൻ അവസരം തരാറുണ്ട്. അതായത് ആദ്യത്തെ അലോട്ട്മെൻറ്റ്സിൽ മേ ബി നിങ്ങളുടെ ഇപ്പോഴുള്ള മാർക്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അത് പ്രകാരമായിരിക്കും നിങ്ങൾക്ക് കോഴ്സും കോളേജൊക്കെ അലോട്ട് ചെയ്യപ്പെടുക. എന്നാൽ പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സിലും അതുപോലെ സ്പോട്ട് അഡ്മിഷൻസ് ഒക്കെ വരും. അവസാന സമയത്ത് സ്പോട്ട് അഡ്മിഷൻസ് വരും ഒഴിവുള്ള സീറ്റുകളിലേക്ക്. അവിടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാർക്ക്, നിങ്ങളുടെ ഇംപ്രൂവ്ഡ് മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവസരങ്ങൾ വരാറുണ്ട്. ഇനി മറ്റൊരു സംശയം കീമിൻ്റെ കേസിലും LBS പോലുള്ള കേസിലൊക്കെയാണ്. അതിൻ്റെ കേസിലും ഇതാണ്, നിങ്ങളുടെ മാർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ തരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അതിൻ്റെ പ്രോസ്പെക്ടോസും അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അപ്ഗ്രേഡഡ് മാർക്ക് വരികയാണെങ്കിൽ അവർ ഇൻക്ലൂഡ് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഡ്രോപ്പ് എടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സ്വാഭാവികമായിട്ട് അവർക്ക് പുതിയ മാർക്ക് കിട്ടും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ഈ മാർക്ക് ഉപയോഗപ്പെടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അക്കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. ഇനി നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തൊക്കെ എസ്പെഷ്യലി ഡൽഹി യൂണിവേഴ്സിറ്റീസ്, CUT ത്രൂ ഡൽഹി യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ നോർത്തിലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ഓർ സെപ്റ്റംബറിലാണ് അവിടുത്തെ UG പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് CUT എക്സാം എഴുതി +2 മാർക്ക് നോക്കുന്നില്ല. ആ സമയത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് പുതിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി, നിലവിൽ ഈ വരുന്ന എക്സാം നല്ല സീരിയസ് ആയിട്ട് എഴുതുക, നന്നായിട്ട് പഠിക്കുക, മാർക്ക് കൂടെ അല്ലെങ്കിൽ പാസ്സാവുക എന്നുള്ള കാര്യം മാത്രം ആലോചിക്കുക. ബാക്കി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോ അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ബോധർ ചെയ്യേണ്ട. പക്ഷേ ബേസിക്കലി നിങ്ങൾക്ക് സേവ് ഇയർ, നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാതിരിക്കില്ല. നിങ്ങൾക്ക്
പല കോളേജുകളിലേക്കും പല യൂണിവേഴ്സിറ്റിയിലേക്കും ഈ മാർച്ച് എക്സാമിലൂടെ പാസ്സായിട്ട് അഡ്മിഷൻ നേടാൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഓരോ കോളേജും ഓരോ കോഴ്സിനും ഡിപ്പെൻഡ് ചെയ്യും. സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഈ എജുബോർഡിൻ്റെ ബാച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് ഡെയിലി വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് അടക്കമുള്ള ഒരു ബാച്ചാണ് ലോഞ്ച് ചെയ്തത്. ഒരു സബ്ജക്റ്റിന് 999 ഉള്ളൂ. നിങ്ങൾക്ക് ഡെയിലി വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ബാച്ചാണ്. അത് A+ ലെവലിലേക്കുള്ള ചോദ്യങ്ങളുണ്ടാവും. വളരെ ബേസ് ലെവൽ ജസ്റ്റ് പാസ് മാർക്കിനുള്ള കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാം അതിൽ കവേർഡ് ആയുള്ള ബാച്ചാണ്. അപ്പോൾ താഴെ ഒരു ലിങ്ക് കമൻറ്റിലുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകും. അതിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ പേരും നമ്പറും കോഴ്സും നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റിലെ എക്സാമിന് വേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഒരു സബ്ജക്റ്റിന് 999 മാത്രമേ വരുന്നുള്ളൂ. ശേഷം നിങ്ങൾ ഗൂഗിൾ പേയിലോട്ടോ അല്ലെങ്കിൽ ആമസോൺ പേയിലോ നോർമലായിട്ട് പേ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പേ ചെയ്യാനും പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ. ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.